ഹലോ കൂട്ടുകാരെ, ഇന്നെനിക്ക് നല്ല ചുമലച്ചീര കിട്ടി. എവിടെ നിന്നാന്ന് പറയട്ടെ? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ചുമലച്ചീര. ഇവിടെ അങ്ങനെ ഒത്തിരി നല്ല ചുമലച്ചീര കിട്ടത്തില്ലേ. നാട്ടിൽ നിന്ന് നല്ല ചുമലച്ചീര. ഞാനത് നാട്ടിലെ ആയതുകൊണ്ട് ഈ പുഴുക്കുത്തൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കഴുകി ഉണങ്ങി ഈ ബാൽക്കണിയിലിട്ട് വെള്ളം തോർത്തി എടുത്ത്, അല്ലെങ്കിൽ വൻപയറിട്ട് വെക്കാം. നാളത്തെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കട്ടെ. അത്രയും അരിഞ്ഞു. മിക്സിക്കാൻ മെഴുക്കുവരട്ടിയും ചീരത്തോരനും മീൻകറിയുണ്ട്. മീൻ മറക്കുന്നില്ല, എന്നും മീൻ മറക്കുന്നുമുണ്ട്. അതുകൊണ്ട് അപ്പം അതൊക്കെ നരിഞ്ഞെടുക്കട്ടെ. കഴിഞ്ഞു കേട്ടോ. കണ്ടോ, നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നല്ല. ഇനി നമുക്കേ തേങ്ങയും മഞ്ഞളും ഇച്ചിരി കരിവേപ്പിലയും ഒക്കെ കൂടെ ഒതുക്കി ഞാൻ ഇതിനകത്തോളം തിരുമ എനിക്ക്. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ തിരുമ്മി കൂട്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി കൂട്ടി ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെക്കാം. ഓക്കെ, തോരൻ വെക്കാം. തേങ്ങയൊക്കെ ഒതുക്കിയതുണ്ടോ, മിക്സ് ചെയ്തതാണ്. ഒഴിച്ചു കൊടുക്കാവേ. കടുകിടാം. ഇട്ട് കൊടുക്കാവേ. ഇളക്കാം. അതിന് തെറിച്ച് പോകും. എനിക്കൊരു അബദ്ധം പറ്റിയേ. എന്താന്നോ, എണ്ണ ചൂടായി കടുക് മൂത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഇച്ചിരി ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമില്ല. അപ്പം ഞാൻ ഇച്ചിരി പച്ചമുളകും ഇച്ചിരി കരിവേപ്പിലയും ഒരു ഉള്ളിയും ഒക്കെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞേ. അപ്പോൾ ഒരു രസത്തിനൊക്കെ കിട്ടിക്കോട്ടെന്ന് വെച്ചു. അപ്പം ഞാൻ അത് ഇടാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ നമുക്ക് പറ്റും. അത് സാരമില്ല. ഇപ്പം അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാമല്ലോ. വീട്ടമ്മ ഇളക്കുമ്പോഴേക്കെല്ലാം ആയിക്കോളും. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് പാവയ്ക്ക. പക്ഷേ എനിക്ക് അയണിൻ്റെ കുറവുള്ളതുകൊണ്ട് പാവയ്ക്ക കഴിക്കാതിരിക്കാൻ പറ്റില്ല. പാവയ്ക്കയും ചീരയും ഇന്ന് മൊത്തം അയൺ കറിയാണ്. ഇത് രണ്ടും കഴിക്കാൻ ഡോക്ടർ എന്നോട് പറയുന്നത്. അയണിൻ്റെ കുറവുള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കഴിച്ച് ബീട്രൂട്ട് പാവയ്ക്ക ചീര ഇത് മൂന്നും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് മൂന്നും ഉൾക്കൊള്ളിക്കണം ഒരാഴ്ചയിൽ. ഉള്ളിയും ഒക്കെ ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്ല ശരി അവിഞ്ഞ് ഇപ്പം ഇളക്കാൻ പറ്റും. ഇന്ന് എല്ലാവരെയും ദൈവം ഒത്തിരി എല്ലാം തന്ന ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ ഓർത്തോളാം എല്ലാവരും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും. ഓക്കെ, അപ്പം നമുക്ക് ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള വീഡിയോകളുള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്ക് പലതരത്തിലിടാം. പക്ഷെ ഇവിടെയൊന്നും ഞാനിങ്ങനെ ഇവിടുത്തെ സഹായവും സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.